ഇടതുകോട്ടയിൽ വിള്ളലുണ്ടാക്കാനാണ് മലബാറിൽ UDF ശ്രമിക്കുന്നത്. 6-ൽ 4 ജില്ലകളിലും വ്യക്തമായ മേധാവിത്വമുള്ള LDF വയനാട് ജില്ലാ പഞ്ചായത്ത് കൂടി പിടിക്കാനുള്ള ശ്രമത്തിലാണ്. സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ BJPയും രംഗത്തുണ്ട്. ഇടതുപക്ഷത്തിന് വ്യക്തമായ മേധാവിത്വമുള്ള കോഴിക്കോടും പാലക്കാടും കണ്ണൂരും, UDFന് മേധാവിത്വമുള്ള മലപ്പുറവും വയനാടും, ഇഞ്ചോടിഞ്ചുള്ള കാസർഗോഡ്, ഇതാണ് മലബാറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പൊതുചിത്രം. എന്നാൽ ഇതിൽ മാറ്റം വരുത്താനാണ് രണ്ട് മുന്നണികളും ആഞ്ഞു ശ്രമിക്കുന്നത്. എല്ലാ കോർപ്പറേഷനിലും ഭരണമെന്ന LDF സ്വപ്നത്തിന് വിലങ്ങുതടി കണ്ണൂർ കോർപ്പറേഷൻ മാത്രമായിരുന്നു. അതുകൂടി പിടിക്കാനാകും LDF ശ്രമം. മലപ്പുറത്ത് പ്രതീക്ഷയില്ലാത്ത LDF വയനാട് ജില്ലാ പഞ്ചായത്തോട് പിടിച്ചെടുത്ത് മേൽക്കൈ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. കോഴിക്കോടും പാലക്കാടും മേധാവിത്വത്തിന് ഉലച്ചിലുണ്ടാകില്ലെന്നാണ് CPM പ്രതീക്ഷ. കാസർഗോഡ് നിലനിർത്താനായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ LDFന് ആത്മവിശ്വാസത്തോടെ നേരിടാം. ഈ കണ്ണൂർ കോർപ്പറേഷനാണ് ഇപ്പോൾ CPMന് കിട്ടാത്തുള്ളത്. അതും തിരിച്ചു പിടിക്കുന്നു. ഭരണത്തിലേക്കുള്ള തിരിച്ചുവരന്റെ തുടക്കം മലബാറിൽ നിന്നാകുമെന്ന് ഉറപ്പിച്ചാണ് UDFന്റെ നീക്കങ്ങൾ. 2 സീറ്റ് നഷ്ടമായ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന് അവർ ഉറപ്പു പറയുന്നു. PV അൻവർ കൂടി വരുന്നതോടെ മലപ്പുറത്തെ മേധാവിത്വം UDF അരക്കിട്ട് ഉറപ്പിക്കും. ഈ പിണറായിസത്തിന്റെ വക്താക്കളാണ് അവരെ ഈ സമൂഹത്തിൽ ഈ നാടുണ്ടാവില്ല, ഇവരെ വീണ്ടും ഭരണത്തിൽ അധികാരത്തിലെത്തിയത്. അതിന് ആരൊക്കെ ആയിട്ട് സഹകരിക്കാൻ പറ്റും അവരൊക്കെ ആയിട്ട് സഹകരിക്കുന്ന. കോർപ്പറേഷൻ ഭരണം നിലനിർത്തി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും പഞ്ചായത്ത് ഭരണങ്ങളും വർദ്ധിപ്പിക്കാനാണ് KPC പ്രസിഡന്റ് ജില്ലയായ കണ്ണൂരിലെ കണക്കുകൂട്ടൽ. പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം മുതലാക്കി വയനാട്ടിൽ മേൽക്കൈ വർദ്ധിപ്പിക്കാമെന്ന് UDF കരുതുന്നു. പട്ടാമ്പി നഗരസഭ ഉൾപ്പെടെ തിരിച്ചുപിടിച്ച് പാലക്കാടും കോർപ്പറേഷനിൽ സാന്നിധ്യം വർദ്ധിപ്പിച്ച് കോഴിക്കോടും ചലനമുണ്ടാക്കാനും UDF ശ്രമിക്കും. ഇത് ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഈ സർക്കാരിൻ്റെ 4.5 വർഷക്കാലത്തെ അല്ലെങ്കിൽ 9.5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൂടി വിചാരണ ചെയ്യുന്നതിനുള്ള ഒരു അവസരം കൂടിയാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും. പാലക്കാട് നഗരസഭ നിലനിർത്താനാകും BJPയുടെ പ്രധാന വെല്ലുവിളി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ അംഗങ്ങളെ വർദ്ധിപ്പിക്കുക, കോഴിക്കോട് കോർപ്പറേഷനിലെ അംഗസംഖ്യ 2 അക്കമാക്കുക എന്നിവയും BJPയുടെ ലക്ഷ്യങ്ങളാണ്. മലബാറിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ അരയും തലയും ഉറക്കി മുന്നണികൾ പോരിനിറങ്ങുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൊടിപാറുമെന്നുറപ്പ്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.